ഗായ്സ്, അങ്ങനെ കോളേജ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് നാട്ടിൽ നിന്ന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. കോളേജിലുള്ള ലാംബ് ലൈറ്റിംഗ് ഫംഗ്ഷൻ നടക്കാൻ പോകുന്നതുകൊണ്ട് നമ്മൾ സീനിയേഴ്സ് ആയതുകൊണ്ട് നിർബന്ധമായിട്ട് സാരി എടുക്കണം. സാരിയും ബ്ലൗസിന്റെ മെറ്റീരിയൽ ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊറിയർ. അത് കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടപ്പോഴത്തേക്കാണ് ജിസമോൻ ഐസ്ക്രീമും കൊണ്ട് വന്നത്. അങ്ങനെ ഐസ്ക്രീമും കൂടെ കഴിച്ചു. വൈകിട്ടായപ്പോൾ എനിക്കും ടെസയ്ക്ക് മെസ്സിലെ ഫുഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനും ടെസയും കൂടെ ചിക്കൻ നൂഡിൽസ് അങ്ങ് ഉണ്ടാക്കി. ടെസയ്ക്കാണെങ്കിൽ 0.5x ഇട്ട് വീഡിയോ എടുക്കാൻ ഒരു പിടുത്തം കിട്ടുന്നില്ലായിരുന്നു. ഇവിടെ എല്ലാവരും ഒരു സീരീസിന്റെ പറയട്ടെ, നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് തോന്നുന്ന ഒരു സീക്രട്സ് ഓഫ് റോസ്ലിൻ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് ബോറടിച്ചപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ റൂമിലോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് ജിസമോൻ ഇവിടെ സാരി ഡ്രൈപ്പ് ചെയ്യാറ്. ഇവിടെ സാരി ഡ്രൈപ്പിംഗ് സ്പെഷ്യലിസ്റ്റ് ആട്ടോ ജിസമോൻ. വീടിക്കാണെങ്കിൽ എന്റെ ക്യാമറ കണ്ടതിന്റെ നാണമാണ് ഈ കാണുന്നത്. നമ്മുടെ കൾച്ചറൽസിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവളുമാർ എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ്സ് തന്നെ ഇങ്ങനെ എഴുതി വെച്ചേക്കണ കണ്ടോണ്ടിരുന്നു കുറച്ചു നേരം. ഞാനൊന്ന് ഇറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് ടെസ ഇവിടെ കഴിച്ച് പകുതിയായി. പിന്നെ ഹെലാപ്പി എന്നെ കോപ്പടിച്ച് മാഗി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വയറൊക്കെ നിറച്ചിട്ട് ടെസ ഗുഡ് നൈറ്റ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പപ്പി ഞാനിവിടെ പിന്നെയും കഴിക്കലാണ്. പിന്നെ ഞാൻ കഴിച്ചിട്ട് കുറച്ച് നേരം അപ്പുറത്തെ റൂമിലോട്ട് കയറി. ഇന്റെ മണി ഉണ്ടായിരുന്നു, ആൻമണി ഉണ്ടായിരുന്നു. ഒരു വചനമൊക്കെ എടുത്ത് വായിച്ചിട്ട് സമാധാനത്തോടെ കിടക്കാന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളി ഒരു വചനമാണ്. ആക്ച്വലി തലയിരിക്കുന്ന കണ്ണാടി ഊരാൻ വേണ്ടി ഞാൻ മറന്നുപോയത് കേട്ടോ. അപ്പൊ ഇത്ര ഉള്ളു ഗൈസ്, ബൈ ബൈ.